ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഫ്ലേവേഴ്സ് ഓഫ് പേപ്പറിന്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷാണ്, അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള 2-3 കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ എന്നുള്ളത്. പ്രകൃതി രമണീയമായ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കുക്കിങ്. അതേപോലെ തന്നെ എൻ്റെ ഒരു സപ്പോർട്ടർ കൂടിയായ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമ കൂടി നമ്മുടെ ചാനലിൽ ഇന്നുണ്ട്. അപ്പോൾ ആളെ കൂടി ഞാൻ ഇന്ന് പരിചയപ്പെടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ പേരാണ് സുജിത്ത്. ഫ്രണ്ട്സ്, എൻ്റെ പേരാണ് സുജിത്ത്. എൻ്റെ ചാനൽ റോയൽ റൈഡർ സുജിത്ത് എന്നാണ്. അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ട് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്ന് പ്രത്യേകതയുള്ള വിഭവമാണ്. ഫിഷിന്റെ പേരാണ് കട്ട്ല. കട്ട്ല എങ്ങനെയാണ് ഫിഷ് പൊള്ളിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഫ്രണ്ടിന്റെ ചാനലിലൂടെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മളിപ്പോൾ മീൻ കടയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു മീൻ പൊള്ളിച്ച് ഉണ്ടാക്കി നോക്കാം. കട്ട്ലയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരു അടിപൊളിയാണ് മീൻ പൊള്ളിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മീൻ പൊള്ളിച്ച് ഉണ്ടാക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. ഇവിടെ വെച്ചിട്ടാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ നമ്മുടെ മീന് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കും. അപ്പോൾ ഇത് പൊള്ളിച്ച മസാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട്ലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മീനിൻ്റെ പേര് കട്ട്ല എന്നാണ്. അപ്പോൾ ഇതൊരു അടിപൊളി മീനാണ്. അപ്പോൾ നമുക്ക് മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്യണം ആദ്യം. അതിനുശേഷമാണ് നമ്മൾ പൊള്ളിച്ച മസാല ഇട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് വാഴയിൽ പൊടിഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലൊരു മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് മീനിൽ മസാല പറ്റാനുള്ളത്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രീൻ ചില്ലിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അതിലോട്ട് നമുക്ക് കാശ്മീരി റെഡ് ചില്ലിയാണ്. അത് എരിവുള്ള നല്ല സ്പൈസിയാണ്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ചില്ലി പൗഡർ, ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി അതിലോട്ട് വെളിച്ചെണ്ണയാണ്, പച്ച വെളിച്ചെണ്ണയാണ്. ഇതുകൂടി നന്നായി തിരുമ്പിയിട്ട് നമുക്ക് മീനിലോട്ട് പിടിപ്പിക്കാം. മീനിലോട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അല്പം ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരു ചെറിയ ലെമണിൻ്റെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി മീനിൻ്റെ എല്ലാ സൈഡിലേക്കും നമുക്ക് ഈ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കാം. ഇത് നമ്മൾ ഗ്രില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെറുള്ളിലേക്ക് ഇട്ടിട്ട് നല്ലൊരു മസാല തയ്യാറാക്കിയിട്ട് വാഴയിൽ വെച്ച് പൊള്ളിക്കണം കേട്ടോ. എന്തായാലും കാണുന്ന ലുക്കുണ്ട്. നമ്മൾ തല എടുത്തിട്ടില്ല. തല നമ്മുടെ വീഡിയോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ തല എടുക്കാതിരിക്കുകയാണ്. നമുക്ക് തല വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ മീനിൻ്റെ കണ്ണൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ നല്ല കണ്ണിനൊക്കെ ഗുണമെന്ന് പറയുന്നതൊക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക്
മസാലയൊക്കെ പിടിച്ചിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കുക. നല്ല മസാലയൊക്കെ ഇതിൽ പിടിക്കും. നമ്മൾ ദോശക്കല്ലിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യും, അതിനുശേഷം മസാല ഉണ്ടാക്കും. ഇത് മസാലയൊക്കെ പിടിക്കുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ മീനിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്റ്റോക്കാണ്. ഈ മീനിൻ്റെ തലയും വാൽഭാവമൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അതിലോട്ട് ഒരു 2-3 കുടംപുളി, കുറച്ച് കറിവേപ്പില, അതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി. ഇനി അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ച് വന്നിട്ട് നമുക്ക് മീനിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ട് അതിൻ്റെ മസാലയൊക്കെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കും. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാൻ ഉള്ളി ചെറുള്ളി നമ്മൾ ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില. പിന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച്, ഒരുപാട് പേസ്റ്റ് പോലെ ആയിട്ടില്ല, ചതച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് നല്ലൊരു മണം. ഇതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ്, അല്പം മഞ്ഞൾപ്പൊടി. നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി, അല്പം കുരുമുളക് പൊടി. ഇതൊന്ന് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് ഒരു പച്ചമണം ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കതിലോട്ട് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഉപയോഗിച്ച വെള്ളമാണ് കേട്ടോ അതിലേക്ക്. നല്ല മണമൊക്കെ കിട്ടും മീനിൻ്റെ. മീൻ തലയിട്ട് കഴിച്ചില്ല അത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ട് വറ്റിച്ചിട്ട് ഒരു റോസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഇതിൽ നമ്മൾ കാഷ്നട്ടോ വേറെ ഒന്നും ചേർക്കുന്നില്ല. സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാഷ്നട്ടൊക്കെ ചേർക്കാറുണ്ട്. ഇത് നമ്മൾ ഒറിജിനലായിട്ട് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ മീനിൻ്റെ സ്റ്റോക്കൊക്കെ ഒഴിച്ചിട്ടോ. അപ്പോൾ നല്ലൊരു മണം കിട്ടുന്നുണ്ടോ അതിന്. തനി നാടൻ സ്റ്റൈലല്ലേ? തനി നാടൻ സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് നോക്കി അതിൻ്റെ എങ്ങനെയുണ്ട് നോക്കി, ടേസ്റ്റൊക്കെ നോക്കി. നല്ല അതിൻ്റെ പുളിയൊക്കെ ഉണ്ട് നമുക്ക് കറക്റ്റ് ചെയ്ത്. അപ്പോൾ പുളിയും ആ കുടംപുളിയുടെയൊക്കെ പുളിയും അതേപോലെ തന്നെ ഈ മീനിൻ്റെയൊക്കെ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ആ വെളിച്ചെണ്ണയുടെയൊക്കെ ടേസ്റ്റാണ് ചെറുള്ളിയൊക്കെ ഇട്ടുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് തണുക്കണ സമയത്ത് ഒന്നും കൂടി ഒന്ന് ഇതാവും. നമ്മൾ തണുത്തതിന് ശേഷം നമ്മൾ അതിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നമ്മുടെ മീനൊന്ന് ഗ്രില്ല് ചെയ്യാം. നമ്മൾ ഗ്രേവി സെറ്റായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ ഇതേപോലെ ദോശക്കല്ലിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. എന്താ സൗണ്ട് ഇല്ലേ? അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട്. നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ച് വരാൻ തുടങ്ങി. അപ്പോൾ നമുക്കിനി ഇതൊരു വാഴയിലൊക്കെ ഒന്ന് വാട്ടിയിട്ട് നമുക്ക് അതിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്കിതായിട്ടുണ്ട്. നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് പൊളിയാൻ വേണ്ടിയിട്ട് വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. നല്ല കാറ്റാട്ടോ അവിടെ. അതെ, പുഴയുടെ സൈഡായത് കൊണ്ട് നല്ല കാറ്റാണ്. ഓക്കെ, ഇനി അതുകൊണ്ട് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗ്രേവി ആയിട്ടുണ്ട്. നമുക്കിനി വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് ഫിഷ് ഇട്ടൊന്ന് പാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മസാല ഇതിൻ്റെ താഴെ കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മീൻ അതിലോട്ട് വെച്ച് കൊടുക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ പെട്ടെന്ന് വേവും, അതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഫുള്ള് ടോപ്പിലായിട്ട് കാണാൻ നല്ല രസമുണ്ടല്ലേ? ഈ മസാലയൊക്കെ ഈ വാഴയിലയുടെ ആ ഒരു മണമൊക്കെ നന്നായി കയറി ഈ
മീൻ പൊള്ളിച്ച്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പൊതിക്കുക. ഇതേപോലെ വാഴയിലയിൽ ഒന്ന് പൊതിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കിട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പൊതിഞ്ഞ് വെച്ച ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, ഒന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. ഏകദേശം വെളിച്ചെണ്ണ മുകളിൽ കൂടെ വെക്കും. നല്ല കാറ്റുണ്ട്. ആ മസാല ശരിക്കും ആ മീനിലോട്ട് പിടിക്കും നമ്മളിങ്ങനെ ഗ്രിൽ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ കട്ട്ല പൊള്ളിച്ചത് നമ്മൾ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഒരു ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾ ഈ കരിമീൻ പൊള്ളിച്ചത്, ഈ മത്തി പൊള്ളിച്ചത്, അയില പൊള്ളിച്ചതെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ കട്ട്ല പൊള്ളിച്ചത് ആദ്യത്തിലേക്കാണ്. അത് വെറൈറ്റി ഒരു ഡിഷാണ്. അപ്പോൾ നമുക്കതൊരു ഡിഷിലേക്ക് മാറ്റാം. എന്താ മണം വരുന്നത് കണ്ടോ? തെറ്റാണ് കേട്ടോ. ഇനി നമുക്ക് എല്ലാവർക്കും പൊട്ടിച്ച് കൊടുത്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. മീൻ പൊള്ളിച്ച് നമ്മൾ തുറക്കാൻ പോവാണ്, ഓപ്പൺ ചെയ്യാണ്. കാണാൻ നല്ല ലുക്കുണ്ട്. നമുക്കിത് എല്ലാവരും കഴിച്ച് നോക്കി എങ്ങനെ ടേസ്റ്റ് ഉണ്ടെങ്കിലും നോക്കാം. കഴിച്ച് നോക്കി കഴിക്കാൻ ഫിഷൊക്കെ നന്നായി കുക്ക് ചെയ്തിട്ടുണ്ട്. ഈ മസാലയും ഈ ഫിഷും കൂടി കഴിക്കണം കേട്ടോ. മുള്ളൊന്നും പെടാതെ നോക്കണം. സംഗതി നല്ല മണം, നല്ല വാസന, സൂപ്പർ. സംഗതി സൂപ്പറായിട്ട് നല്ല ഇഷ്ടമായി. ഞാൻ കഴിച്ചോട്ടെ. വെറൈറ്റി സാധനമാണ്, നമ്മളിതുവരെ കഴിച്ചിട്ടില്ല. പക്ഷേ കഴിച്ച് നോക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നത്. അതുകൊണ്ട് ഒരു പീസ് കൂടി എടുക്കുന്നുണ്ട്. എനിക്ക് വേഗം സെറ്റായിട്ട് കേട്ടോ. എന്തായാലും സാധനം നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഇതാണ്. ഇത് കഴിച്ചിട്ട് മതി വരുന്നില്ല, ഇനി കഴിക്കാനുള്ള ഒരു ആഗ്രഹമാണ്. സൂപ്പറായിട്ട് അല്ലേ ഉണ്ണി? നന്നായിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ എന്താണെന്നറിയില്ല, മീൻ കഴിച്ചിട്ട് മതി വരുന്നില്ല, നന്നായിരിക്കുന്നുണ്ട്. സാധനം കഴിഞ്ഞു കേട്ടോ.